സാറിൻ്റെ ക്യാമറ, പിന്നെ നല്ല സോങ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പഴയ തറവാടിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫാമിലി മൂവിയാണ് പ്രസൻറ്റ് ചെയ്തത്. ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. അവർ വന്ന് കണ്ടിട്ട് പറയട്ടെ വളരെ ഒപ്പം വരുന്നൊക്കെ സിനിമയാണ്. പിന്നെ കൂടുതൽ നമ്മുടെ തന്നെ കുടുംബക്കാരിരുന്ന് കണ്ടുപോലത്തെ ഒരു ഫീലായിരുന്നു. നമ്മുടെ തന്നെ കാസ്റ്റിംഗ് ക്രൂ ആയിരുന്നു കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾക്ക് ഇപ്പോഴാണല്ലോ കാണുന്നത്. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. ഭയങ്കര സന്തോഷം തോന്നുന്നത്. നമ്മുടെ ഡയറക്ടർ ജിഷ്ണു ഹരീന്ദ്ര വളരെ ഭംഗിയായിട്ടാണ് അത് കൂട്ടിയിണക്കിയിരിക്കുന്നത്. നമ്മുടെ വിഷ്ണു സ്റ്റോറി റൈറ്ററിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളുടെ മികവും മ്യൂസിക്കും പിന്നെ മധുകുമാർ സാറിൻ്റെ സിനിമാറ്റോഗ്രഫി കൂടി ആയപ്പോൾ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഈവൻ അതിനകത്ത് ഫാക്ടറി ചെയ്യുമ്പോൾ പോലും. അപ്പോൾ ഷുവറായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ ഇത് വേണ്ടി സ്വീകരിക്കുന്നു. അതെ അതെ, സിദ്ധാർത്ഥ് ഭരതൻ മാത്രമല്ലാതെ അങ്ങനത്തെ ഒരു മുഖം, ആ ഒരു മുഖം തന്നെ നമുക്ക് ഒരുപാട് കഥ പറയുന്നുണ്ട്. അടുത്തടുത്ത് ഇറങ്ങിയിരിക്കുന്ന ചിത്രങ്ങളെല്ലാം സിദ്ധാർത്ഥ് ഭരതന്റെ ഇതാണ് എന്ന് തന്നെ പറയണം. അങ്ങനെയാണോ ഈ ഒരു ചിത്രത്തിൽ? സിദ്ധാർത്ഥ് ഭരതൻ ഈ സിനിമയെ വളരെ വേറിട്ടൊരു വഴികളിൽ കൂടി സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വിജയരാഘവന്റെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒപ്പം എല്ലാ കഥാപാത്രങ്ങളും എല്ലാം വളരെ നല്ല. വീട് ലൊക്കേഷൻ ഭയങ്കര നന്നായിട്ട് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉറപ്പായിട്ടും. പിന്നെ ഒരിക്കലും മലയാളി കേൾക്കാത്ത, ഇന്നത്തെ പുതിയ തലമുറ കേൾക്കാത്തൊരു വാക്കായിരിക്കും ഈ പൊറാട്ട് നാടകവും തോൽപ്പാവ് കൂത്തും ഒക്കെ. അപ്പം അങ്ങനെ ഒരു നമ്മുടെ നഷ്ടപ്പെട്ടു പോയൊരു സാംസ്കാരിക പൈതൃകം കൂടി വീണ്ടും കൊണ്ടുവരാനായിട്ടുള്ളൊരു നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിന്, സംവിധാനത്തിന്, മ്യൂസിക്കിനെല്ലാം ഒത്തിരി താങ്ക്സ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണട്ടെ. ഒരുപാട് പുതിയ പിള്ളേർക്കൊക്കെ നല്ലൊരു പ്രചോദനമാകട്ടെ. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസ് നന്നായിട്ട് നിൽക്കുന്നു. താങ്ക് യു. നമ്മുടെ പടത്തിനെ കുറിച്ച് തന്നെ ഞാൻ പറയുകയാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ വാച്ച് ചെയ്യണം. എന്നാലും നമുക്കൊരു എന്താ പറയുക ഉത്സാഹനം ഉണ്ടാവും. പറന്ന് ചെല്ലാൻ. സിനിമയുടെ പേര് ഞാൻ എടുത്തു പറയാണ്. കാരണം എല്ലാവരും പറയും ഏത് പടമാണെന്നോ കാണാൻ പറയണത് ഡൗട്ട് വരണ്ട. പറന്ന് ചെല്ലാൻ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഒരു കോമഡി ഡ്രാമ ത്രില്ലർ ഒന്നും പറയുന്നില്ല, കോമഡി ഡ്രാമ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യാം. താങ്ക് യു. ആണെങ്കിലും വേറൊരു ഇങ്ങനൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇത്രയും നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറൊന്നും സിദ്ധാർത്ഥിന് ഇതുവരെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് വളരെയധികം ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ സിദ്ധാർത്ഥ് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലും ബോഡി ലാംഗ്വേജിലുള്ള വ്യത്യാസവും ആപ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.